എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് മിന്നാന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജൂലൈ 14 പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് പ്രകാരം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂലൈ 17 വരെയാണ്, അതായത് നാളെ വരെയാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെന്റ് കിട്ടിയ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇന്നോ നാളെയോ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നിലവിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പരിശോധിക്കുക. ഇതിനുശേഷം ഫോർത്ത് അലോട്ട്മെന്റ് അല്ലെങ്കിൽ SC ST PWD അലോട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അലോട്ട്മെന്റിൽ ഈ ഒരു ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട, അതായത് മറ്റ് കാസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനുള്ള സൗകര്യം സാധാരണ അതിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സീറ്റ് വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ ഫോർത്ത് അലോട്ട്മെന്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അലോട്ട്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ അലോട്ട്മെന്റ് കിട്ടിയവർക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോളേജ് കോഴ്സ് ആണെങ്കിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി എങ്ങനെയാണ് നമുക്ക് അലോട്ട്മെന്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ admissions.kannur.ac.in/FRYUGIDM 2026/index.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെന്റ് കിട്ടിയ ശേഷം അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റ് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ മുൻ അലോട്ട്മെന്റുകളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെന്റിന് ശേഷം, അതായത് തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഫീസ് അടച്ച് പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അഡ്മിഷൻ ഫോർ FIUGP ഇൻ കോളേജസ് ആൻഡ് FIIMB ഇൻ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് 2026 ഡിപ്പാർട്ട്മെന്റ്സ് 2026 എന്ന് കാണാം. അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും അതുപോലെ തന്നെ അവിടെ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് നമ്പേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു നമ്പേഴ്സും അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ തന്നെ തേർഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിടെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളവർക്ക് കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നും, അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സോറി, യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നും, ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഹയർ ഓപ്ഷൻ എന്നും, അതുപോലെ തന്നെ അലോട്ട്മെന്റ് പ്രത്യേകിച്ച് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ ആ ഒരു കോളേജ് കോഴ്സ് ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെന്റ് എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് കിട്ടിയത്, ഇതിനു മുമ്പ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് 1035 രൂപ യൂണിവേഴ്സിറ്റി ഫീസായിട്ട് അടക്കണം. അപ്പോൾ SC ST ഭാഗമാണെങ്കിൽ 960 രൂപയാണ് അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നേരെ SBI ePay എന്നുള്ള ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് താഴെ പേ നൗ ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതും, നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കോ UPI ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്റ്റും ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും എടുത്തുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇന്നും നാളെയുമായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചവർ മാത്രമാണ് ഈ രീതിയിൽ ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത്. അതായത് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചവർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച ഒരു ഫീസ് മുമ്പ് അടക്കാത്തവർ, ചില വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ആയിട്ട് ഫീസ് അടച്ച് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ നേരത്തെ ഫീസ് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം നിങ്ങൾ ഒരു തവണയെങ്കിലും 1035 രൂപ അല്ലെങ്കിൽ 960 രൂപ നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് നിലവിൽ ഈ ഒരു ഫീസ് അടക്കേണ്ടത്. ഫീസ് അടച്ച ശേഷം അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇങ്ങനെ അടക്കുന്ന ഫീസ് നിങ്ങൾക്ക് തിരികെ റീഫണ്ട് കിട്ടുന്നതല്ല എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ആ ഒരു പൈസ റീഫണ്ട് കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പൈസ അങ്ങനെ റീഫണ്ട് കിട്ടാറില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നോക്കാം. അപ്പോൾ മൂന്നാം അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്, മൂന്നാം അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അഡ്മിഷൻ ഫീസ് അടക്കുക. അഡ്മിഷൻ ഫീസ് അടക്കാത്തവർ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്താവുന്നതായിരിക്കും. 1-2 അലോട്ട്മെൻറ്റുകളിൽ താൽക്കാലിക പ്രവേശനം നേടിയവർക്ക് മൂന്നാം അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടണം. മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷനാണ് നൽകേണ്ടത്, അതായത് പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതുപോലെ ഇതുവരെ താൽക്കാലിക പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികളും ഹയർ ഓപ്ഷൻസ് ലഭിച്ചിട്ടില്ലെങ്കിൽ മുഴുവൻ ഫീസുകളും അടച്ച് അതത് കോളേജുകളിൽ സ്ഥിര പ്രവേശനം നേടേണ്ടതാണ്. പെർമനന്റ് അഡ്മിഷൻ ആയതിനാൽ മൂന്നാം അലോട്ട്മെന്റിന് ശേഷം TC ആവശ്യമുള്ളവർക്ക് TC കോളേജ് അനുവദിക്കുന്നതായിരിക്കും. സ്ഥിരപ്രവേശനം നേടിയവർ ആവശ്യമില്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യേണ്ടതാണ്.
ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. അതായത് അഡ്മിഷൻ നേടിയ ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തുന്നവരെ ആ ഒരു ഹയർ ഓപ്ഷനിലേക്ക് പരിഗണിക്കും. അതുപോലെ മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് നാലാം അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ SC ST PWD വിഭാഗത്തിനുള്ള പ്രത്യേക അലോട്ട്മെൻറ്റ് തുടർന്ന് കോളേജ് പ്രവേശനം നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് സാധാരണ വേണ്ടതുപോലെ തന്നെ, അതായത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത് ഈ ഒരു ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ യൂണിവേഴ്സിറ്റി ഫീസ്, അതായത് സർവ്വശാല അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ ചലാന്, അതായത് റെസിപ്റ്റ്, അതുപോലെ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകളും സർട്ടിഫിക്കറ്റും. ഒറിജിനൽ കിട്ടാത്തവർക്ക് അതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് മതിയാവും. നിലവിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനമായി പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള TC, അതുപോലെ തന്നെ കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ SC ST അപേക്ഷകരാണെങ്കിൽ കമ്മ്യൂണിറ്റി ഓർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, SABC വിഭാഗം OBC വിഭാഗമാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS കാറ്റഗറി ആണെങ്കിൽ അത് തെളിയിക്കാനായിട്ട് വില്ലേജ് ഓഫീസർ അനുവദിച്ച അന്ത്യോദയ അന്യോജന അല്ലെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഗ്രേസ് മാർക്ക് അർഹതയുണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ നേറ്റിവിറ്റി തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അപേക്ഷയിൽ വേറെ എന്തെങ്കിലും റിസർവേഷൻസ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികൾ പെടുന്നവരെ SC ST വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റിലേക്ക് പരിഗണിക്കാനായിട്ട് കമ്മ്യൂണിറ്റി തെളിയിക്കാനായിട്ടുള്ള ആവശ്യമായുള്ള രേഖ അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇത് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേർഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ ഇല്ല എന്നുള്ളതിനാൽ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നും നാളെയുമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.